വർഷങ്ങളോളം നീണ്ടുനിന്ന ദേശീയപാത നിർമ്മാണവും മാസങ്ങളായി തുടരുന്ന മേൽപ്പാലം നിർമ്മാണവും മൂലം വാനൂർ മേഖലയിലുള്ളവർക്ക് മഴക്കാലം ദുരിതകാലമാണ്. വീഴുമലയുടെ അടിവാരം, പൊട്ടിമട, കീഴ്പ്പാടം, മരുതൻകാട്, മുല്ലയ്ക്കൽ, രക്കൻകളം, 4 സെന്റ് കോളനി, ലക്ഷം വീട് കോളനി, കേരളപ്പറമ്പ് എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് വാനൂർ മേഖല. 3500ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖല മഴക്കാലത്തെ ഭയക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ മഴവെള്ളം ഒഴുകിയകലാതെ വീടുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിലാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. നടന്ന അന്ന് മുതൽ തൊട്ടുള്ളതാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. പൊതുവേ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഈ പാവപ്പെട്ട കുറേ കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാരൻ്റെ ഒരു 2 പുകലാണ് ആകെ എടുക്കുക. ആ 2 പുകൽ പോലും ഇപ്പോൾ ഈ വെള്ളക്കെട്ട് കൊണ്ട് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട്, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് ഈ വാനൂർ പൊട്ടിമട റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കുന്നത് തോന്നുന്നത്. ഇത് ഇപ്പോഴും ഈ കണ്ടില്ലേ, ഇത്രയും താത്തിയിട്ടാണ് ഈ പാലം തന്നെ പണിതിട്ടുള്ളത്. അപ്പോൾ ഇത്ര അത്രത്തോളം വെള്ളം ഇവിടുന്ന് വരുന്നുണ്ട്. ആ വീഴുമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം അത്രത്തോളം വരുന്നതാണ് ഇവിടെ. ഈ വെള്ളം വരുന്നത് കാരണം കൊണ്ട് അപ്പുറത്ത് വാനൂർ പൊട്ടിമട പറയുന്ന ആ റോഡ് തന്നെ വാനൂർക്ക് പറയുന്നത് പൊട്ടിമടയിലേക്കും വാനൂർക്ക് പോകുന്ന ആ വലിയ റോഡ് പോലെ അവിടെയും മുങ്ങിയിട്ട് ഗതാഗതം പോകാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടുത്തെ മാത്രമല്ല പ്രശ്നം, ഈ പ്രശ്നം കൊണ്ട് അവിടെയും കൂടെ ബാധിക്കുക. കൃഷിയാണ് ഇവിടുത്തുകാരുടെ മുഖ്യ ഉപജീവന മാർഗം. വീഴുമലയിൽ നിന്നുൾപ്പെടെ വരുന്ന മഴവെള്ളം ഇവിടുത്തെ ഏക്കർ കണക്കിന് വയലുകളിലൂടെ ഒഴുകി അകലുകയാണ് പതിവ്. എന്നാൽ പാത നിർമ്മാണം തുടങ്ങിയത് മുതൽ മഴക്കാലത്ത് ഈ പ്രദേശത്തുകാർക്ക് സ്വൈര്യജീവിതം അസാധ്യമായിരിക്കുകയാണ്. വീടുകളിലേക്കുള്ള വഴികളിൽ വെള്ളക്കെട്ട് മൂലം കാൽനടയാത്ര പോലും പ്രതിസന്ധിയിലാണ്. മഴ കനത്തു പെയ്യുമ്പോൾ വീടുകളിലേക്കും വെള്ളം കയറും. കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായതോടെ കർഷകരും പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശം സന്ദർശിച്ച കെ രാധാകൃഷ്ണൻ എംപിയോട് പ്രദേശവാസികൾ അവരുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.